വിശുദ്ധ മത്തായിയുടെ സുവിശേഷം 16-ാം അധ്യായത്തിൻ്റെ 16-ാമത്തെ തിരുവചനം. ശിമയോൻ പത്രോസ് പറഞ്ഞു, നീ ദൈവത്തിൻ്റെ ക്രിസ്തുവാണ്. യേശു ശിമയോനോട് മറുപടി പറഞ്ഞു, ശിമയോനെ, നിനക്കിത് വെളിപ്പെടുത്തി തന്നത് മാംസരക്തങ്ങളല്ല, എൻ്റെ സ്വർഗത്തിലെ പിതാവാണ്. ഹല്ലേലൂയ. പത്രോസിന് യേശു ദൈവത്തിൻ്റെ ക്രിസ്തുവാണ് എന്ന് ഒരു വെളിപാടിലൂടെയാണ് ആ ബോധ്യം ലഭിച്ചത്. പ്രിയപ്പെട്ടവരെ, ഈ രാത്രിയിൽ നിങ്ങൾ പിതാവായ ദൈവത്തോട് പ്രാർത്ഥിക്കണം, അവിടുത്തെ പുത്രനായ ക്രിസ്തുവിനെ എനിക്ക് വെളിപ്പെടുത്തി തരണമേ. ഹല്ലേലൂയ, ഹല്ലേലൂയ. യേശു ക്രിസ്തുവിനെ വെളിപ്പെട്ട് കിട്ടുന്ന ഒരു വ്യക്തിക്കാണ് യേശുവിൻ്റെ രക്ഷ അനുഭവിക്കാൻ പറ്റുക. ഹല്ലേലൂയ, ഹല്ലേലൂയ. അതിന് നമ്മൾ നല്ലവണ്ണം ദൈവത്തെ സ്തുതിച്ച് ആരാധിച്ച് പ്രാർത്ഥിക്കണം. പിതാവ് സ്തുതികളിൽ സംപ്രീതനാകയാൽ നമ്മുടെ ജീവിതങ്ങളുടെ മേൽ ദൈവം തൻ്റെ കൃപയുടെ സമൃദ്ധി യേശു ക്രിസ്തുവിലൂടെ വെളിപ്പെടുത്തി തരും. നമുക്ക് പ്രാർത്ഥിക്കാം, തീവ്രതയോടെ പ്രാർത്ഥിക്കാം, വിശ്വാസത്തോടെ പ്രാർത്ഥിക്കാം. പിതാവ് സ്നേഹസമ്പന്നനായ പിതാവാണ്. ആകയാൽ യേശു ക്രിസ്തുവിനെ ആഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്ന സകലർക്കും വെളിപ്പെടുത്തി തരും. പിതാവ് തൻ്റെ പരിശുദ്ധാത്മാവിലൂടെ യേശു ക്രിസ്തുവിനെ നമുക്ക് വെളിപ്പെടുത്തി തരും. കരങ്ങൾ അടിച്ചോണ്ട് സന്തോഷത്തോടെ ജീവനോടെ ചിരിച്ചുകൊണ്ട് ദൈവത്തെ ആരാധിക്കാം. എന്നും സ്തുതിച്ചിടുവാൻ, എന്നും പുകഴ്ത്തിയിടുവാൻ, എന്നും പാടിയിടുവാൻ നീ യോഗ്യനേ. എന്നും സ്തുതിച്ചിടുവാൻ, എന്നും പുകഴ്ത്തിയിടുവാൻ, എന്നും പാടിയിടുവാൻ നീ യോഗ്യനേ. ഓ നന്ദി നന്ദി നാഥ, അത്യുന്നതനാം ദേവ, നിന്നാമമെത്ര വന്ദനീയമേ. ഹല്ലേലൂയ. നന്ദി നന്ദി നാഥ, അത്യുന്നതനാം ദേവ, നിന്നാമമെത്ര വന്ദനീയമേ. എന്നും സ്തുതിച്ചിടുവാൻ, എന്നും പുകഴ്ത്തിയിടുവാൻ, എന്നും പാടിയിടുവാൻ നീ യോഗ്യനേ. എന്നും സ്തുതിച്ചിടുവാൻ, എന്നും പുകഴ്ത്തിയിടുവാൻ, എന്നും പാടിയിടുവാൻ നീ യോഗ്യനേ. നന്ദി നന്ദി നാഥ, അത്യുന്നതനാം ദേവ, നിന്നാമമെത്ര വന്ദനീയമേ. ഹല്ലേലൂയ. നന്ദി നന്ദി നാഥ, അത്യുന്നതനാം ദേവ, നിന്നാമമെത്ര വന്ദനീയമേ. കരമുയർത്തിയടിക്കാം, നല്ലവണ്ണം കരമുയർത്തിയടിക്കാം. ആമേൻ. എന്നെ സ്നേഹിച്ചു നീ, സ്വന്ത ജീവനുമേ, കിഴക്കേകിയതാം വൻ ത്യാഗമേ. എന്നെ സ്നേഹിച്ചു നീ, സ്വന്തം ജീവനുമേ, എനിക്കേകിയതാം വൻ ത്യാഗമേ. നന്ദി നന്ദി നാഥ, അത്യുന്നതനാം ദേവ, നിന്നാമമെത്ര വന്ദനീയമേ. ഹല്ലേലൂയ. നന്ദി നന്ദി നാഥ, അത്യുന്നതനാം ദേവ, നിന്നാമമെത്ര വന്ദനീയമേ. കരമുയർത്തിയടിക്കാം വീണ്ടും. സന്തോഷത്തോടെ ആനന്ദത്തോടെ ദൈവത്തെ ആരാധിക്കാം. ചേറ്റിൽ നിന്നുമൻ പാദമുയർത്തിയവൻ, പാരിൽ നടത്തുന്നവൻ നീ ഏകനേ. പാപച്ചേറ്റിൽ നിന്നുമേ പാദമുയർത്തിയവൻ, പാരിൽ നടത്തുന്നവൻ നീ ഏകനേ. ഓ നന്ദി നന്ദി നാഥ, അത്യുന്നതനാം
വന്ദനീയമേ. ഹല്ലേലൂയ നന്ദി നന്ദി നാഥ അത്യുന്നതനാം ദേവ നിൻ നാമമെത്ര വന്ദനീയമേ. തന്റെ ശൈലിലേക്ക് അരവടിച്ച് പരസ്പരം നോക്കി ചിരിച്ചുകൊണ്ട് സന്തോഷത്തോടെ എന്നെ പൊന്നുമകനായി മാറിലണച്ചവനെ കണ്ണീർ തുടച്ചവനെ എൻ പ്രിയനെ. എന്നെ പൊന്നുമകനായി മാറിലണച്ചവനെ, കണ്ണീർ തുടച്ചവനെ, എൻ പ്രിയനെ. ഓ നന്ദി നന്ദി നാഥ അത്യുന്നതനാം ദേവ നിൻ നാമമെത്ര വന്ദനീയമേ. ഹല്ലേലൂയ നന്ദി നന്ദി നാഥ അത്യുന്നതനാം ദേവ നിൻ നാമമെത്ര വന്ദനീയമേ. ഹല്ലേലൂയ നന്ദി നന്ദി നാഥ അത്യുന്നതനാം ദേവ നിൻ നാമമെത്ര വന്ദനീയമേ. ഹല്ലേലൂയ നന്ദി നന്ദി നാഥ അത്യുന്നതനാം ദേവ നിൻ നാമമെത്ര വന്ദനീയമേ. ഹല്ലേലൂയ നന്ദി നന്ദി നാഥ അത്യുന്നതനാം ദേവ നിൻ നാമമെത്ര വന്ദനീയമേ. ശാന്തമായി ഇരുന്നു കൊണ്ട് പ്രാർത്ഥിക്കുക. സ്വസ്ഥമായി മനസ്സിനെ ശാന്തമാക്കി ഈ രാത്രിയിൽ ഇവിടെ നിറഞ്ഞു നിൽക്കുന്ന ദൈവത്തിൻ്റെ സാന്നിധ്യത്തെ ഹൃദയത്തിൽ അനുഭവിച്ചറിഞ്ഞുകൊണ്ട് നമുക്ക് പ്രാർത്ഥിക്കാം. നീ ഏകനല്ല, നീ ഏകയല്ല. നിൻ്റെ തൊട്ടടുത്ത് നിന്നെ സ്നേഹിക്കുന്ന നല്ലവനായ ദൈവം ഉണ്ട്. നിന്നെ അനുഗ്രഹിക്കുവാനായി ഈ രാത്രിയിൽ അവിടുന്ന് തൻ്റെ അടുത്തേക്ക് നിന്നെ പേര് ചൊല്ലി വിളിച്ചിരിക്കുന്നു. ആ മാധുര്യം അനുഭവിച്ചറിയുവാൻ കൃപ ലഭിക്കണമേ എന്ന് പ്രത്യേകമായിട്ട് പ്രാർത്ഥിക്കും. കർത്താവേ, രാത്രിയിൽ അങ്ങയുടെ സന്നിധിയിലായിരിക്കുന്ന ഓരോ മകനെയും മകളെയും അങ്ങയുടെ അനുഗ്രഹത്തിനായി സമർപ്പിക്കുന്നു. കർത്താവേ, ഒത്തിരി തളർച്ചകളും ഒത്തിരി രോഗങ്ങളും വേദനകളും ഇവരുടെ ജീവിതത്തിലുണ്ട്. ആഗ്രഹിച്ച കാര്യങ്ങൾ സഫലമാകാത്തതിൻ്റെ ദുഃഖവും സങ്കടവും ഇവരുടെ മനസ്സിലുള്ളത് അവിടുന്ന് കാണണമേ. ഞങ്ങളായിരിക്കുന്ന അവസ്ഥയിൽ ഞങ്ങളെ കാണുകയും ഞങ്ങളെ സ്നേഹിക്കുകയും അങ്ങയുടെ സമാധാനം ഞങ്ങൾക്ക് നൽകുവാൻ ആഗ്രഹിക്കുകയും ചെയ്ത ദൈവമേ, ഈ രാത്രിയിൽ ഞങ്ങളുടെ ഏകനാഥനും രക്ഷകനുമായി അങ്ങയെ ഹൃദയത്തിലേറ്റു പറഞ്ഞുകൊണ്ട് അങ്ങയെ ഞങ്ങൾ ആരാധിച്ച് മഹത്വപ്പെടുത്തുന്നു. ശാന്തമായി കരങ്ങളെ ഉയർത്തി ശബ്ദമുയർത്തി കർത്താവിനെ ആരാധിക്കാം. ഹല്ലേലൂയ ഹല്ലേലൂയ ഹല്ലേലൂയ. യേശുവേ നന്ദി. ഹല്ലേലൂയ ഹല്ലേലൂയ ഹല്ലേലൂയ. യേശുവേ ആരാധന. കർത്താവേ, ഞങ്ങളങ്ങയെ ആരാധിക്കുന്നു, ഞങ്ങളങ്ങയെ സ്തുതിക്കുന്നു. യേശുവേ സ്തോത്രം. ഹല്ലേലൂയ 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 ഹല്ലേലൂയ. യേശുവേ വരേണമേ, രക്ഷകാ വരേണമേ. ചേർന്ന് പ്രാർത്ഥിക്കാം. യേശുവേ വരേണമേ, രക്ഷകാ വരേണമേ. പാലകാ വിമോചകാ സ്നേഹമാ വരേണമേ. പാലകാ വിമോചകാ സ്നേഹമാ വരേണമേ. യേശുവേ വരേണമേ, രക്ഷകാ വരേണമേ. പരിശുദ്ധ ദൈവമാതാവേ, ഈ രാത്രിയിൽ അമ്മ അനുഭവിച്ച സമാധാനവും ആനന്ദവും ഈ പ്രാർത്ഥനയിൽ സംബന്ധിക്കുന്ന ഞങ്ങൾ ഓരോരുത്തരും ഞങ്ങളുടെ ഹൃദയങ്ങളിൽ അനുഭവിച്ചറിയുവാൻ
ത്രിത്വൈക ദൈവത്തോട് പ്രത്യേകമായി പ്രാർത്ഥിക്കണമേ. പരിശുദ്ധാത്മാവിൻ്റെ ആനന്ദം ഞങ്ങളുടെ ഹൃദയത്തിൽ നിറഞ്ഞു നിൽക്കുവാൻ ഞങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കണമേ. നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി, കർത്താവ് അങ്ങയുടെ കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൻ്റെ ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. വിശുദ്ധ യോസേപ്പ് പിതാവേയും പ്രൈസ് ദി ലോർഡ്. വലത് കരയുയർത്തി സന്തോഷത്തോടെ ഹല്ലേലൂയ 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 ഹല്ലേലൂയ. യേശുവേ സ്തോത്രം, യേശുവേ നന്ദി, യേശുവേ ആരാധന. ഹല്ലേലൂയ ഹല്ലേലൂയ. കരങ്ങൾ വീശി പറയാം ഹല്ലേലൂയ ഹല്ലേലൂയ ഹല്ലേലൂയ. സന്തോഷത്തോടെ ചിരിച്ചുകൊണ്ട് പറയാം ഹല്ലേലൂയ 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 ഹല്ലേലൂയ. പ്രൈസ് ദി ലോർഡ്. എൻ്റെ യേശുവിൽ ഏറ്റവും പ്രിയപ്പെട്ടവരെ, ദൈവം സ്നേഹമില്ലാത്തവനാണ്, പ്രാർത്ഥന കേൾക്കാത്തവനാണ്, കഴിവില്ലാത്തവനാണ് എന്നൊക്കെ നിങ്ങളുടെ ഹൃദയത്തിൽ നിങ്ങൾ ചിലപ്പോൾ ചിന്തിച്ചിട്ടുണ്ട്. രണ്ട് സാഹചര്യങ്ങളിലാണ് അങ്ങനെയുള്ള ചിന്ത നമ്മുടെ മനസ്സിൽ വരുന്നത്. ഒന്ന്, നമ്മൾ ആഗ്രഹിച്ച കാര്യങ്ങൾ, പ്രാർത്ഥിച്ച കാര്യങ്ങൾ ഒന്നും നടക്കുന്നില്ല. രണ്ട്, നമ്മൾ ആഗ്രഹിക്കാത്ത കാര്യങ്ങൾ, ദുഃഖകരമായ അനുഭവങ്ങൾ നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകുന്നു. ഈ രണ്ട് സാഹചര്യങ്ങളിലും നമുക്ക് ദൈവത്തിലുള്ള വിശ്വാസം നഷ്ടപ്പെട്ടു പോവുകയാണ്. ഇത് മനുഷ്യൻ്റെ ഒരു സ്വഭാവമാണ്. ദൈവം അതിൽ നിങ്ങളെയോ എന്നെയോ കുറ്റപ്പെടുത്തുന്നില്ല. പ്രൈസ് ദി ലോർഡ് ഹല്ലേലൂയ. അങ്ങനെ നിങ്ങളുടെ മനസ്സിൽ എപ്പോഴെങ്കിലും ഒരു ചിന്ത ഉണ്ടായിട്ടുണ്ട് എങ്കിൽ ദൈവം അതിനെ അവഗണിക്കുന്നുണ്ട്. പ്രൈസ് ദി ലോർഡ് ഹല്ലേലൂയ. ഇങ്ങനെ ചിന്തയുണ്ടാകുന്നത് മാനുഷികമാണ് എന്ന് ഞാൻ പറഞ്ഞു. ഇതിന് ഏറ്റവും വലിയൊരു ഉദാഹരണം സ്നാപക യോഹന്നാൻ്റെ ജീവിതമാണ്. സ്നാപക യോഹന്നാൻ നിങ്ങൾക്കറിയാം, യേശുവിന് ഏറ്റവും വലിയ സാക്ഷ്യം നൽകിയ പ്രവാചകനാണ്. ഇതാ ലോകത്തിൻ്റെ പാപങ്ങൾ നീക്കുന്ന ദൈവത്തിൻ്റെ കുഞ്ഞാട് എന്ന് യേശുവിനെ കുറിച്ച് പറഞ്ഞവനാണ് സ്നാപക യോഹന്നാൻ. പക്ഷേ അദ്ദേഹത്തിൻ്റെ ജീവിതത്തിൽ യേശുവിനെ കുറിച്ച് ഒരു ഇടർച്ചയുണ്ടായി. അത് അദ്ദേഹം കാരാഗൃഹത്തിൽ അടയ്ക്കപ്പെട്ട നാളുകളിലാണ്. ആ നാളുകളിൽ അദ്ദേഹം തൻ്റെ സംശയം, യേശുവാണോ രക്ഷകൻ എന്ന തൻ്റെ സംശയം ദൂരീകരിക്കുവാനായി തൻ്റെ ശിഷ്യന്മാരെ യേശുവിൻ്റെ അടുത്തേക്ക് അയക്കുന്നത് സുവിശേഷത്തിൽ നമ്മൾ വായിക്കുന്നുണ്ട്. സ്നാപകൻ ഇപ്രകാരം പറഞ്ഞു, യേശുവിനെ നേരിട്ട് പോയി കണ്ട്, നീ തന്നെയാണോ വരാനിരിക്കുന്നവൻ, അതോ മറ്റൊരുവനെ ഞങ്ങൾ പ്രതീക്ഷിക്കണമോ എന്ന് യേശുവിനോട് ചോദിക്കുക എന്ന് പറഞ്ഞു. അപ്പോൾ യേശു നൽകിയ മറുപടിയാണ് നമ്മൾ ശ്രദ്ധിക്കേണ്ടത്. പ്രൈസ് ദി ലോർഡ് ഹല്ലേലൂയ. യേശു പറഞ്ഞു, നിങ്ങൾ പോയി നിങ്ങൾ കാണുകയും കേൾക്കുകയും ചെയ്യുന്നത് സ്നാപകനെ അറിയിക്കുക. പ്രൈസ് ദി ലോർഡ്. യേശു എന്താണ് പറഞ്ഞത്? നിങ്ങൾ കാണുകയും കേൾക്കുകയും ചെയ്യുന്നത് സ്നാപക യോഹന്നാനെ അറിയിക്കുക. സ്നാപക യോഹന്നാന് എന്താണ് സംഭവിച്ചത്? അദ്ദേഹം കാരാഗൃഹത്തിലായതുകൊണ്ട് യേശുവിൻ്റെ അത്ഭുത പ്രവൃത്തികളൊന്നും കാണുവാനോ കേൾക്കുവാനോ സാധിച്ചില്ല. അതുകൊണ്ടാണ് സ്നാപകന് യേശുവിലുള്ള വിശ്വാസം നഷ്ടപ്പെട്ടു പോയത്. പ്രൈസ് ദി ലോർഡ് ഹല്ലേലൂയ. പ്രിയപ്പെട്ടവരെ, നമ്മുടെ ജീവിതത്തിലും ഇതുപോലെയുള്ള കാരാഗൃഹത്തിൻ്റെ അനുഭവങ്ങൾ ഉണ്ടാകും. ദൈവം എൻ്റെ പ്രാർത്ഥന കേൾക്കുന്നില്ല എന്നുള്ള ചിന്തയുണ്ടാകും. തടവിലാക്കപ്പെട്ട ഒരു അനുഭവം ഉണ്ടാകും. സ്വാതന്ത്ര്യമില്ലാത്തതിൻ്റെ അനുഭവം ഉണ്ടാകും. അനേക വർഷങ്ങളായി പ്രാർത്ഥിച്ചിട്ടും എനിക്ക് ഈ അവസ്ഥയിൽ നിന്ന് ഒരു മോചനമുണ്ടാകുന്നില്ല. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യണം? നമ്മൾ മറ്റുള്ളവരിലേക്ക് നോക്കണം. ദൈവം ഈ ലോകത്തിൽ ശക്തമായി പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്നു. ദൈവം അനേകരെ സുഖപ്പെടുത്തുന്നുണ്ട്.
ദൈവം അനേകരെ അനുഗ്രഹിക്കുന്നുണ്ട്. അപ്പോൾ നമ്മൾ കണ്ണു തുറന്ന് നോക്കണം, നമ്മുടെ ചെവി കൊണ്ട് നമ്മൾ കേൾക്കണം. അങ്ങനെ കണ്ണു തുറന്ന് നോക്കുകയും ചെവികൾ കൊണ്ട് കേൾക്കുകയും ദൈവത്തിൻ്റെ വചനം കേൾക്കുകയും ചെയ്യുമ്പോൾ മാത്രമാണ് നമ്മുടെ കാരാഗൃഹത്തിൽ ക്രിസ്തുവിനെ അനുഭവിച്ചറിയുവാൻ സാധിക്കുന്നത്. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. വലതുകരത്തെ ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. യേശു തുടർന്ന് പറഞ്ഞു, മിശിഹ ചെയ്യുന്ന അടയാളങ്ങൾ ഇതൊക്കെയാണ്: ബധിരർ കേൾക്കുന്നു, മുടന്തർ നടക്കുന്നു, കുഷ്ഠരോഗികൾ സൗഖ്യപ്പെടുന്നു, മരിച്ചവർ ഉയർത്തെഴുന്നേൽക്കുന്നു, ദരിദ്രരോട് സുവിശേഷം പ്രസംഗിക്കുന്നു. ഈ അടയാളങ്ങളൊക്കെ ഞാൻ ചെയ്യുന്നുണ്ട്. ഇത് സ്നാപകനോട് നിങ്ങൾ പോയി പറയുക. വരുവാനിരിക്കുന്നവൻ മിശിഹ ഞാൻ തന്നെയാണ്, എന്നിൽ ഇടർച്ചയുടെ ആവശ്യമില്ല എന്ന് സ്നാപകനോട് പോയി പറയുക എന്ന് യേശു പറയുകയാണ്. നമ്മളോട് ശ്രദ്ധിക്കേണ്ട കാര്യം, യേശു സ്നാപകനെ കുറ്റപ്പെടുത്തുന്നില്ല എന്നുള്ളതാണ്. വളരെ സ്നേഹത്തോടെ തന്നെയാണ് സ്നാപകനെ കാണുന്നത്. അതിനുശേഷം യേശു പറയുന്നുണ്ട്, സ്നാപകനെ കുറിച്ച് ഒത്തിരി ഉയർത്തി പറയുന്നുണ്ട്. നമ്മൾ കർത്താവിനെ സംശയിച്ചാലും ദൈവത്തിൻ്റെ സ്നേഹത്തെ നമ്മൾ സംശയിച്ചാലും ദൈവം ഒരിക്കലും നമ്മളെ കുറ്റപ്പെടുത്തുന്നില്ല. അത്രമാത്രം സ്നേഹനിധിയാണ് നമ്മുടെ കർത്താവ്. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. പക്ഷേ നമ്മളൊക്കെ ശ്രദ്ധിക്കേണ്ടതിന് ദൈവം കർത്താവ് യേശു ഒരു വാക്യം പറയുന്നുണ്ട്, നമുക്ക് വേണ്ടിയാണ് പറയുന്നത്. എന്നിൽ ഇടർച്ച തോന്നാത്തവൻ ഭാഗ്യവാൻ. പ്രൈസ് ദി ലോർഡ്. ആരാണ് ഭാഗ്യവാൻ? ദൈവത്തിൽ ഇടർച്ച തോന്നാത്തവനാണ് ഭാഗ്യവാൻ. എന്ന് പറഞ്ഞാൽ ജീവിതത്തിൻ്റെ എല്ലാ നിമിഷങ്ങളിലും ദൈവം എന്നെ അനുഗ്രഹിക്കുമ്പോഴും അനുഗ്രഹിക്കാത്തപ്പോഴും ദൈവം നല്ലവനാണ്, സ്നേഹമുള്ളവനാണ് എന്ന് ഹൃദയത്തിൽ 100% നിനക്ക് ഉറച്ച് വിശ്വസിക്കുവാൻ സാധിക്കുന്നുവെങ്കിൽ ദൈവം നിന്നെ നോക്കി പറയും. എന്താ പറയും? നീ ഭാഗ്യവാനാണ്. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. വലതുകരത്തെ ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. യഥാർത്ഥത്തിൽ ബൈബിൾ പറയുന്നത് ദൈവം നല്ലവനാണ് എന്നുള്ളതാണ്. പ്രൈസ് ദി ലോർഡ്. ജീവിതത്തിൻ്റെ 24 മണിക്കൂറും ഓരോ നിമിഷവും ദൈവത്തിൻ്റെ സ്വഭാവത്തിന്, നേച്ചറിന് മാറ്റമില്ല. ദൈവം നല്ലവൻ തന്നെയാണ്. നമ്മളാണ് ദൈവത്തെ തെറ്റിദ്ധരിക്കുന്നത്. വിലാപങ്ങളുടെ പുസ്തകം 3-ാം അധ്യായത്തിൻ്റെ 25-ാം വാക്യം, വിലാപങ്ങൾ 3:25 ഇപ്രകാരം പറയുന്നു: തന്നെ കാത്തിരിക്കുന്നവർക്കും തന്നെ തേടുന്നവർക്കും കർത്താവ് നല്ലവനാണ്. പ്രൈസ് ദി ലോർഡ്. എന്താണ് പറഞ്ഞത്? കർത്താവ് നല്ലവനാണ്. പ്രൈസ് ദി ലോർഡ്. ദൈവം എപ്പോഴും നല്ലവനാണ്. ആർക്കാണ് ദൈവം നല്ലവനായിട്ട് അനുഭവിച്ചറിയുവാൻ സാധിക്കുന്നത്? എല്ലാവർക്കും സാധിക്കുന്നില്ല, എല്ലാ മനുഷ്യർക്കും സാധിക്കുന്നില്ല. 2 ഗുണങ്ങൾ ആവശ്യമുണ്ട്. ഒന്ന്, ദൈവത്തിന് വേണ്ടി കാത്തിരിക്കുവാൻ നമ്മൾ തയ്യാറാകണം. അങ്ങനെയുള്ളവർക്ക് മാത്രമേ ദൈവം നല്ലവനാണെന്ന് അനുഭവിച്ചറിയാൻ സാധിക്കുകയുള്ളൂ. 2, ദൈവത്തെ നിരന്തരമായി അന്വേഷിക്കുന്നൊരു സ്വഭാവം നമുക്കുണ്ടാകണം. നമ്മുടെ ഹൃദയം ദൈവത്തിന് വേണ്ടി ദാഹിക്കണം. അങ്ങനെയുള്ളൊരു മനുഷ്യന് മാത്രമേ ദൈവം നല്ലവനാണെന്ന് തിരിച്ചറിയുവാൻ സാധിക്കുകയുള്ളൂ. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ഇത് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. കാത്തിരിക്കുക എന്നുള്ളത് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് ആത്മീയ ജീവിതത്തിൽ, പ്രാർത്ഥനാ ജീവിതത്തിൽ. മനുഷ്യന് എപ്പോഴും ഒരു അക്ഷമയുണ്ട്, ഇംപേഷ്യൻസ് എന്ന് പറയും. എന്ന് പറഞ്ഞാൽ ഞാൻ പ്രാർത്ഥിക്കുന്ന കാര്യം ഉടൻ തന്നെ, ഇപ്പോൾ തന്നെ കിട്ടണമെന്നാണ് എൻ്റെയും നിങ്ങളുടെയും ആഗ്രഹം, അല്ലേ? നമുക്കാർക്കും കാത്തിരിക്കുവാനായിട്ട് ഇഷ്ടമില്ല. പക്ഷേ ദൈവം പറയുന്നത്, മകനെ നീ കാത്തിരിക്കണം, മകളെ നീ കാത്തിരിക്കണം. എൻ്റെ ഒരു സമയമുണ്ട്, ആ സമയം വരെയും നീ കാത്തിരിക്കുവാൻ തയ്യാറാകണം. പ്രൈസ് ദി ലോർഡ്. നീ ഒരിക്കലും പറയരുത് ഞാൻ പ്രാർത്ഥിച്ച് പ്രാർത്ഥിച്ച് മടുത്തു. അങ്ങനെ ഒരു ചിന്ത നിന്റെ മനസ്സിലുണ്ടാകരുത്. ഒരുപക്ഷെ നിനക്ക് വിവാഹം കഴിഞ്ഞിട്ട് അനേക വർഷങ്ങളായി, കുഞ്ഞുങ്ങളില്ല, പ്രാർത്ഥിക്കുന്നു, യാതൊരു ഫലവുമില്ല. നീ മടുക്കരുത്.
നിന്റെ പ്രാർത്ഥനയ്ക്ക് മറുപടി കിട്ടുന്നത് വരെ നീ പ്രാർത്ഥിക്കണം. എനിക്കറിയാം 10-15 വർഷത്തോളം പ്രാർത്ഥിച്ച് കാത്തിരുന്ന് കുഞ്ഞുങ്ങളെ സ്വന്തമാക്കിയ ദമ്പതികളെ കുറിച്ച്. പ്രൈസ് ദി ലോർഡ്. കാത്തിരിക്കുവാൻ തയ്യാറാകുന്നവർക്കാണ് ദൈവത്തിൻ്റെ നന്മ, ദൈവത്തിൻ്റെ സ്നേഹം, ദൈവത്തിൻ്റെ മാധുര്യം അനുഭവിച്ചറിയുവാൻ സാധിക്കുന്നു. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. അതുകൊണ്ട് താൽക്കാലികമായിട്ടുള്ള തടസ്സങ്ങൾ നമ്മൾ വകവയ്ക്കരുത്. ദൈവത്തെ വിടാത്ത വിശ്വാസത്തോടെ നമ്മൾ പ്രതീക്ഷയോടെ പ്രത്യാശയോടെ ദൈവസന്നിധിയിൽ ആയിരിക്കും. ഞാൻ ഈ ആയിരിക്കുന്ന ശുശ്രൂഷ ശാലോം ടെലിവിഷൻ ഇതിൻ്റെ വലിയൊരു ഉദാഹരണം തന്നെയാണ്. 1989 ദൈവം ശാലോമിന് നൽകിയൊരു ദർശനമാണ് ടെലിവിഷനിലൂടെ സുവിശേഷം ലോകത്തിന് നൽകുവാൻ ദൈവം ശാലോമിനെ വിളിച്ചിരിക്കുന്നു. 1989 എന്ന് പറഞ്ഞാൽ ടെലിവിഷൻ എന്ന് പറഞ്ഞാൽ വളരെ അപൂർവമാണ്. വല്ല 1-2 കുടുംബങ്ങളിൽ ഒരു പഞ്ചായത്തിലെ ടെലിവിഷൻ ഉണ്ടാകും. അത്രയും അപൂർവമായൊരു കാലഘട്ടത്തിൽ, വളരെ അസാധ്യമായൊരു കാലഘട്ടത്തിൽ ദൈവം വാഗ്ദാനം ചെയ്യുകയാണ്, ശാലോമിന് ഈ ദൗത്യം നൽകിയിരിക്കുന്നു. 89 ഈ സന്ദേശം നൽകി, 90 ദൈവം ഇത് നടപ്പാക്കിയില്ല. ഈ സന്ദേശം ലഭിച്ചപ്പോൾ ശാലോമിൻ്റെ ശുശ്രൂഷകർ ഈ സന്ദേശത്തെ വിശ്വാസത്തിൽ സ്വീകരിച്ചു, ഹൃദയത്തിൽ സ്വീകരിച്ചു. അനേക വർഷങ്ങൾ പ്രാർത്ഥിച്ചു. ദൈവത്തിൻ്റെ സമയമായപ്പോൾ ഏകദേശം 6 വർഷങ്ങൾ കഴിഞ്ഞാണ് ഈ ശുശ്രൂഷ യാഥാർത്ഥ്യമായത്. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ദൈവം ഒരു വാഗ്ദാനം നൽകിയാൽ നിശ്ചയമായും അത് നടപ്പാക്കുമെന്ന് നമ്മൾ ഹൃദയത്തിൽ ഉറച്ച് വിശ്വസിക്കുവാൻ തയ്യാറാകണം. ഞാൻ എൻ്റെ അനുഭവത്തിൽ നിന്നും കൂടെയാണ് പറയുന്നത്. 1983 MA പാസ്സായപ്പോൾ എൻ്റെ ഒരു വലിയൊരു ആഗ്രഹമായിരുന്നു കോളേജിൽ അധ്യാപകനാകുക എന്നുള്ളത്. ഞാൻ അതിനു വേണ്ടി ആഗ്രഹിക്കുകയും പ്രാർത്ഥിക്കുകയും ചെയ്തു. പക്ഷേ അനേക വർഷങ്ങൾ കഴിഞ്ഞ ശേഷമാണ്, ദൈവം എൻ്റെ ജീവിതത്തെ ക്രമീകരിച്ച ശേഷമാണ് എനിക്ക് ഞാൻ ആഗ്രഹിച്ചതും പ്രാർത്ഥിച്ചതുമായ കോളേജിലെ ജോലി ലഭിച്ചത്. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. അപ്പോൾ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ദൈവത്തിന് വേണ്ടി കാത്തിരിക്കുക എന്നുള്ളതാണ്. പ്രൈസ് ദി ലോർഡ്. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. രണ്ടാമത്തേത് ദൈവത്തെ തേടുക എന്നുള്ളതാണ്. ദൈവത്തിന് വേണ്ടി അന്വേഷിക്കാത്ത ഒരു വ്യക്തിക്ക് ഒരിക്കലും ദൈവത്തെ കണ്ടെത്താൻ സാധിക്കുകയില്ല. ചില മനുഷ്യരുണ്ട്, പണമുണ്ടാക്കണം, അധികാരം വേണം, നല്ല ഭക്ഷണം കഴിക്കണം, തിന്നണം, കുടിക്കണമെന്ന് ഈ ലോകത്തിൻ്റെ സുഖങ്ങൾ മാത്രം തേടുന്ന വ്യക്തികൾ. സങ്കീർത്തകൻ അങ്ങനെ അവരെക്കുറിച്ച് പറയുന്നുണ്ട്, ഇഹലോക ജീവിതം ഓഹരിയാണെന്ന് കരുതുന്നവർ. ഈ ലോകത്തിലെ സുഖങ്ങൾ മാത്രം മതി. അങ്ങനെയുള്ളവരിൽ നിന്ന് എന്നെ രക്ഷിക്കണമേ എന്നാണ് സങ്കീർത്തകൻ പ്രാർത്ഥിക്കുന്നത്. ഒരിക്കലും ദൈവത്തെക്കുറിച്ച് ചിന്തിക്കാത്തവർ, അവർക്കൊരിക്കലും ദൈവത്തെ കണ്ടെത്തുവാനോ ദൈവത്തിൻ്റെ നന്മ അനുഭവിച്ചറിയുവാനോ സാധിക്കുകയില്ല. കാരണം ദൈവത്തെ അവർ അന്വേഷിക്കുന്നില്ല. പ്രൈസ് ദി ലോർഡ്. സുവിശേഷത്തിൽ നമുക്ക് വളരെ നല്ലൊരു ഉദാഹരണം കാണാം. യേശുവിൻ്റെ ശിഷ്യന്മാര് അവര് യേശുവിനെ എങ്ങനെയാണ് കണ്ടെത്തിയത്? അവരെങ്ങനെയാണ് യേശുവിനെ രക്ഷകനായിട്ട് അനുഭവിച്ചറിഞ്ഞത്? അവർ മുക്കുവന്മാരായിരുന്നിട്ട് കൂടെ അവരുടെ തൊഴിലിനേക്കാൾ അധികമായി, അവരുടെ കുടുംബത്തെക്കാൾ അധികമായി അവർ ദൈവത്തിന് വേണ്ടി ആഗ്രഹിച്ചിരുന്നു, ദൈവത്തെ തേടിയിരുന്നു. അങ്ങനെ സ്നാപക യോഹന്നാൻ ആ നാട്ടിൽ പ്രവാചക ദൗത്യം ആരംഭിച്ചപ്പോൾ ഇവരെന്ത് ചെയ്തു? ഇവര് അവരുടെ കുടുംബത്തെ ഉപേക്ഷിച്ച്, അവരുടെ തൊഴിലുപേക്ഷിച്ച് സ്നാപക യോഹന്നാന്റെ ശിഷ്യന്മാരായി മാറി. പ്രൈസ് ദി ലോർഡ്. ദൈവ അനുഭവം അവർക്ക് ആഗ്രഹമുണ്ടായിരുന്നു. അങ്ങനെ കുറെ നാൾ സ്നാപക യോഹന്നാന്റെ കൂടെ താമസിച്ചപ്പോൾ യേശു കടന്നു വരികയാണ്. അപ്പോൾ സ്നാപക യോഹന്നാൻ പറഞ്ഞു, നിങ്ങൾ എന്നെയല്ല അന്വേഷിക്കേണ്ടത്, ഇതാ ലോകത്തിന്റെ പാപങ്ങൾ നീക്കുന്ന ദൈവത്തിന്റെ കുഞ്ഞാടിതാ യേശു, ഇവനാണ് രക്ഷകൻ, ക്രിസ്തു ഇവനാണ്, നിങ്ങൾ അവനെ അനുഗമിക്കുക. പ്രൈസ് ദി ലോർഡ്. ഇവരെന്ത് ചെയ്തു? സ്നാപക യോഹന്നാനെ വിട്ട് യേശുവിന്റെ പുറകെ പോയി. കാരണം അവർക്ക് രക്ഷകനെ കണ്ടെത്തണമെന്നുള്ള വളരെ ശക്തമായ അഭിവാഞ്ച, വളരെ ശക്തമായ ഒരു ദാഹം അവരുടെ ഹൃദയത്തിലുണ്ടായിരുന്നു. അവർ യേശുവിൻ്റെ അടുത്ത് ചെന്ന് ചോദിക്കുന്ന ഒരു ചോദ്യമുണ്ട്, ഗുരു, അങ്ങ് എവിടെയാണ് താമസിക്കുന്നത്?
ദൈവത്തെ കണ്ടെത്തുവാനുള്ള, ദൈവത്തിൻ്റെ ഭവനം കണ്ടെത്തുവാനുള്ള തീവ്രമായ ആഗ്രഹം അവർക്കുണ്ടായിരുന്നത് കൊണ്ടാണ് ഇവര് യേശുവിൻ്റെ ഏറ്റവും പ്രിയപ്പെട്ട ശിഷ്യന്മാരായി അന്ത്രയോസും യോഹന്നാനും പത്രോസും ഒക്കെ മാറിയത്. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. അല്ല, നിങ്ങൾ വിചാരിക്കരുത് അത് പ്രത്യേകമായ സ്വർഗത്തിലൊരു ഗിഫ്റ്റായിട്ട് കൊടുത്തതല്ല. അവരുടെ ഭാഗത്ത് നിന്ന് ദൈവത്തെ അന്വേഷിക്കുന്ന ഒരു സ്വഭാവം അവർക്കുണ്ടായിരുന്നു. പ്രൈസ് ദി ലോർഡ്. അതുകൊണ്ടാണ് സങ്കീർത്തകൻ പറയുന്നത്, കർത്താവേ ഞാൻ അങ്ങേക്ക് വേണ്ടി ദാഹിക്കുന്നു. എങ്ങനെ ദാഹിക്കുന്നു? വരണ്ടുണങ്ങിയ ഭൂമി മഴയ്ക്ക് വേണ്ടി കാത്തിരിക്കുന്നത് പോലെ. നിങ്ങൾക്ക് ആ ഉദാഹരണം മനസ്സിലാകും. വിണ്ടുകീറിയ ഭൂമി വെള്ളത്തിന് വേണ്ടി എത്രമാത്രം ദാഹിക്കുന്നു, അതേപോലെ നിന്റെ മനസ്സ് ഈ രാത്രിയിൽ നിന്റെ ദൈവത്തിന് വേണ്ടി ദാഹിക്കുമ്പോൾ ദൈവം വലിയൊരു മഴയായി, അനുഗ്രഹത്തിന്റെ മഴയായി, സ്നേഹത്തിന്റെ മഴയായി നിന്റെ ജീവിതത്തിൽ വന്ന് നിറയും. യാതൊരു സംശയവുമില്ല. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. സങ്കീർത്തകൻ നൽകുന്ന വേറൊരു സന്ദേശമുണ്ട്. നിങ്ങൾ ഒരിക്കലും മറക്കാതെ നിങ്ങളുടെ ഹൃദയത്തിന്റെ ഭിത്തിയിൽ ഈ രാത്രിയിൽ എഴുതി വെക്കേണ്ട ഒരു സന്ദേശമാണിത്. 34-ാം സങ്കീർത്തനം 10-ാം വാക്യം. പ്രൈസ് ദി ലോർഡ്. സങ്കീർത്തനം 34:10. ഇതാണ്: കർത്താവിനെ അന്വേഷിക്കുന്നവർക്ക് ഒന്നിനും കുറവുണ്ടാവുകയില്ല. പ്രൈസ് ദി ലോർഡ്. എന്താണ് പറയുന്നത് വചനം? കർത്താവിനെ അന്വേഷിക്കുന്നവർക്ക് ഒന്നിനും കുറവുണ്ടാവുകയില്ല. തൽക്കാലം കുറവുണ്ടാകാം, പക്ഷെ ആത്യന്തികമായി ജീവിതത്തിൽ വിജയം നേടുന്നവൻ ആരാണ്? ദൈവത്തെ ഹൃദയപൂർവ്വം അന്വേഷിക്കുന്നവനാണ്. പ്രൈസ് ദി ലോർഡ്. അത് മറക്കരുത്. തൽക്കാലത്തെ പരാജയങ്ങള്, പ്രതിസന്ധികള്, ബ്ലോക്കുകൾ കണ്ട് നിങ്ങൾ പകച്ചു പോകരുത്. നിങ്ങളുടെ ജീവിതയാത്ര കർത്താവിന്റെ കരങ്ങൾ പിടിച്ച് മുന്നോട്ട് പോകണമെന്ന് അവിടുന്ന് ആഗ്രഹിക്കുകയാണ്. പ്രൈസ് ദി ലോർഡ്. തിരുവചനം മറ്റൊരു ഉദാഹരണം നൽകുന്നുണ്ട് ഇതിന്. അതിന് തൊട്ട് മുമ്പ് പറയുന്ന വാക്യം ഇതാണ്: സിംഹക്കുട്ടികൾ ഇരകിട്ടാതെ വിശന്നു വലഞ്ഞേക്കാം. എന്താ സിംഹക്കുട്ടികളുടെ പ്രത്യേകത? വനത്തിലെ രാജാവാണ്, മൃഗങ്ങളുടെ രാജാവാണ് സിംഹം. സിംഹത്തിന് ഭക്ഷണം കിട്ടാതിരിക്കുക എന്നുള്ളത് അസാധ്യമായ കാര്യമാണ്. കാരണം ഏത് മൃഗത്തെയും പിടിച്ചു കൊല്ലുവാനുള്ള ശക്തിയും അധികാരവും അവകാശവും ഉണ്ട്. സിംഹം, തള്ളസിംഹം, അമ്മമാർക്ക് പ്രത്യേകതയുണ്ട്. എന്താ? അമ്മ കഴിച്ചില്ലെങ്കിലും കൊച്ചിട്ട് കൊടുക്കും എന്ന് പറഞ്ഞ അർത്ഥം എന്താ? സിംഹക്കുട്ടികൾക്ക് പോലും ഇര കിട്ടുന്നില്ല എന്ന് പറഞ്ഞ അർത്ഥം എന്താ? അത്രയും കടുത്ത ക്ഷാമമാണ് അവിടെ. അങ്ങനെയുള്ള ക്ഷാമമുണ്ടായി സിംഹക്കുട്ടികൾ പോലും പട്ടിണി കിടന്ന് വിശന്ന് ചത്തുപോയി എന്ന് വിചാരിക്കുക. സങ്കീർത്തകൻ പറയുന്ന അടുത്ത വചനം പറയുകയാണ്, ഈ നേരത്തെ ഞാൻ പറഞ്ഞ വചനമാണ്: എന്നാൽ ദൈവത്തെ അന്വേഷിക്കുന്നവർക്ക് ഒന്നിനും കുറവുണ്ടാവുകയില്ല. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. അതുകൊണ്ട് ഈ രാത്രിയിൽ നിങ്ങൾ നിങ്ങളുടെ മനസ്സിനെ ഒന്ന് ഫ്രെയിം ചെയ്യണം. നിങ്ങൾ പ്രധാനമായിട്ടും പ്രാർത്ഥിക്കേണ്ടത് ഇതിന് വേണ്ടിയിട്ടാണ്. കർത്താവേ, അവിടുന്ന് നല്ലവനാണെന്ന് എനിക്ക് ബോധ്യം നൽകണമേ. അങ്ങയുടെ മാധുര്യം, ദൈവത്തിൻ്റെ മാധുര്യം. പലപ്പോഴും നമുക്ക് ദൈവത്തിനെതിരായി കയ്പ് നിറയുന്നുണ്ട് മനസ്സിൽ. ദൈവം സ്നേഹമില്ലാത്തവനാണ്, ക്രൂരനാണ്, ദുഷ്ടനാണ്, എന്നെ ഇഷ്ടമില്ല, എന്നെ പരിഗണിക്കുന്നില്ല, എൻ്റെ പ്രാർത്ഥന കേൾക്കുന്നില്ല. ഈ കയ്പുകളെല്ലാം മാറ്റി ദൈവമേ അവിടുന്ന് മാധുര്യമുള്ളവനാണെന്ന് തിരിച്ചറിയുവാൻ, അങ്ങയുടെ ആലയത്തിൽ എൻ്റെ ജീവിതകാലം മുഴുവനും അങ്ങയുടെ കൂടെ വസിക്കുവാൻ എനിക്ക് കൃപ നൽകണമേ എന്ന് നമുക്ക് പ്രത്യേകമായിട്ട് പ്രാർത്ഥിക്കാം. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. എഴുന്നേറ്റ് പ്രാർത്ഥിക്കാം. ശാന്തമായി എഴുന്നേറ്റ് നിന്ന് കണ്ണുകളെ അടച്ച് പ്രാർത്ഥിക്കാം. ഈ രാത്രിയിൽ ദൈവം നമ്മോട് സംസാരിക്കുന്നത് ഹൃദയത്തിൽ സ്വീകരിക്കാം. നമ്മുടെ മനസ്സിൽ ഒത്തിരി അസ്വസ്ഥതകളുണ്ടാകാം. പ്രാർത്ഥിച്ച് മറുപടി കിട്ടാത്തതിൻ്റെ വേദനകളുണ്ടാകാം. ആഗ്രഹിക്കാത്ത വഴികളിലൂടെയാണ് നമ്മുടെ ജീവിതം മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത് എന്ന ഒരു നിരാശ നിങ്ങളുടെ ജീവിതത്തിലുണ്ടാകാം. ഈ കയ്പുകളൊക്കെ ഇന്ന് മധുരമാക്കി മാറ്റുവാനായിട്ട് കർത്താവിനോട് പറയുക. കർത്താവിന് ഒരു നിമിഷം മതി. മാറായിലെ കയ്പുള്ള ജലത്തെ മധുരമുള്ള ജലമാക്കി മാറ്റുവാൻ സാധിച്ച സർവശക്തനായ കർത്താവ് നിന്റെ ജീവിതത്തിൻ്റെ മുമ്പിൽ വന്നു നിൽപ്പുണ്ട്. ജീവിതത്തിൻ്റെ സകല സങ്കടങ്ങളും നൊമ്പരങ്ങളും വേദനകളും കർത്താവിൻ്റെ മുമ്പിൽ കണ്ണുനീരോടെ ഇറക്കി വയ്ക്കുക. കർത്താവെ,
അവിടുന്ന് നല്ലവനാണ് എന്ന് തിരുവചനത്തിൽ പറയുന്നത് അനുഭവിച്ചറിയുവാൻ എനിക്ക് രാത്രിയിൽ കൃപ നൽകണമേ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം. അങ്ങയുടെ മാധുര്യം അനുഭവിച്ചറിയുവാനായി എൻ്റെ ഹൃദയത്തിൻ്റെ എല്ലാ കയ്പും എടുത്തു മാറ്റണമേ എന്ന് നമുക്ക് പ്രത്യേകമായിട്ട് പ്രാർത്ഥിക്കാം. കർത്താവിനെ സംശയിച്ച നാളുകൾ, കർത്താവിനെ കുറ്റപ്പെടുത്തി പറഞ്ഞ നാളുകൾ, കർത്താവിനെ ഉപേക്ഷിച്ചു പോയ നാളുകൾ, ഇതിനെയൊക്കെ ഓർത്തുകൊണ്ട് നമുക്ക് കർത്താവിനോട് മാപ്പ് ചോദിക്കാം. നമ്മൾ കർത്താവിനെ സംശയിച്ചാലും അവിടുന്ന് ഒരിക്കലും നമ്മളെ സംശയിക്കുന്നില്ല. നിതാന്തമായ സ്നേഹത്തോടെ, മാറാത്ത വിശ്വസ്തയോടെ നമ്മെ ചേർന്ന് നിൽക്കുന്ന, മാറോട് ചേർത്ത് നിൽക്കുന്ന ആ സ്നേഹനിധിയായ ദൈവത്തെ മനസ്സിൽ കണ്ടുകൊണ്ട് നമ്മുടെ ജീവിതത്തെ പൂർണ്ണമായും അവിടുത്തെ തൃക്കരങ്ങളിൽ, സർവശക്തനായ അവിടുത്തെ കരങ്ങളിലേക്ക് വിട്ട് കൊടുത്തുകൊണ്ട് പ്രാർത്ഥിക്കാം. തിരുവചനം നമ്മെ ഓർപ്പിക്കുന്നുണ്ട്, ദൈവത്തെ സ്നേഹിക്കുന്നവർക്ക്, തൻ്റെ പദ്ധതി അനുസരിച്ച് വിളിക്കപ്പെട്ടവർക്ക് അവിടുന്ന് സകലവും നന്മയ്ക്കായി പരിണമിപ്പിക്കുന്നു. നമ്മുടെ ജീവിതത്തിലെ കൈപ്പേറിയ അനുഭവങ്ങൾ, ഇല്ലായ്മയുടെ അനുഭവങ്ങൾ നമ്മുടെ നന്മയ്ക്കായിട്ട് മാറ്റുവാൻ സാധിക്കുന്നവൻ്റെ കരങ്ങളിലാണ് നമ്മളിപ്പോൾ ആയിരിക്കുന്നത്. ആ പരിശുദ്ധനായ ദൈവത്തെ കണ്ടുകൊണ്ട്, ജീവിതത്തെ സമർപ്പിച്ചുകൊണ്ട്, കുടുംബങ്ങളെ സമർപ്പിച്ചുകൊണ്ട്, ജീവിത പങ്കാളിയെ സമർപ്പിച്ചുകൊണ്ട്, കുഞ്ഞുങ്ങളെക്കുറിച്ചുള്ള ഉത്കണ്ഠകളെ സമർപ്പിച്ചുകൊണ്ട്, ജീവിതത്തിൻ്റെ സകല പ്രാരാബ്ധങ്ങളെയും സകല ബുദ്ധിമുട്ടുകളെയും മനസ്സിൻ്റെ ഭാരങ്ങളെയും കർത്താവിൻ്റെ പക്കലേക്ക് ഉയർത്തിക്കൊണ്ട് നമുക്ക് പ്രാർത്ഥിക്കാം. അധ്വാനിക്കുന്നവരും ഭാരം വഹിക്കുന്നവരുമായ നിങ്ങൾ എൻ്റെ അടുക്കൽ വരുവിനെന്ന് പറഞ്ഞ കർത്താവ്, അത് പറയുവാൻ സാധിച്ച ഏകദൈവം കർത്താവ് മാത്രമാണ്. ഞാൻ നിങ്ങളെ ആശ്വസിപ്പിക്കാമെന്ന് പറഞ്ഞ കർത്താവ് ഈ രാത്രിയിൽ നിങ്ങളെ ഓരോരുത്തരെയും മാടി വിളിക്കുന്നു. അവിടുത്തെ ആ സ്നേഹമുള്ള മുഖത്തേക്ക് നോക്കിക്കൊണ്ട് നമ്മുടെ ഇരു കരങ്ങളെയും സ്വർഗത്തിലേക്ക് ഉയർത്തിക്കൊണ്ട് മനസ്സുയർത്തി കർത്താവിനെ കണ്ടുകൊണ്ട് വലിയ ആനന്ദത്തോടെ പരിശുദ്ധമയോട് ചേർന്നുകൊണ്ട്, മലാഹമാരോട് ചേർന്നുകൊണ്ട്, വിശുദ്ധന്മാരോട് ചേർന്നുകൊണ്ട് നമുക്ക് അവിടുത്തെ ആരാധിക്കാം. ശബ്ദം ഉയർത്തി കർത്താവിനെ ആരാധിക്കാം. ഞങ്ങളങ്ങേ ആരാധിക്കുന്നു. ഞങ്ങളുടെ ജീവിതത്തിലെ സകല കൈപ്പേറിയ അനുഭവങ്ങളെയും മധുരമാക്കി മാറ്റണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. കർത്താവ്, ഞങ്ങളുടെ ഭാരങ്ങളിലേക്ക് അവിടുന്ന് കടന്നു വരണമേ. ഞങ്ങളുടെ ഉത്കണ്ഠകളെ അവിടുന്ന് എടുത്തു മാറ്റണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ആഴമായ വിശ്വാസത്താൽ ഈ കൂട്ടായ്മയെ നിറയ്ക്കണമേ. ലോകത്തിന്റെ നാനാഭാഗങ്ങളിൽ അങ്ങയുടെ പക്കലിരുന്ന് പ്രാർത്ഥിക്കുന്ന മക്കളെ പ്രത്യേകമായി തൃക്കൺ പാർക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. നിരവധിയായവരുടെ ആവശ്യങ്ങളിലേക്ക് കടന്നു വരണമേ. കർത്താവെ, അങ്ങേ കാത്തിരിക്കുവാനായിട്ട് കൃപ നൽകണമേ. എല്ലാ അക്ഷമയും എടുത്തു മാറ്റണമേ. പ്രാർത്ഥിച്ചു മടുത്തു എന്നുള്ള ചിന്ത എടുത്തു മാറ്റണമേ. വിശ്വാസത്തോടെ തുടർന്ന് പ്രാർത്ഥിക്കുവാൻ കൃപ നൽകി അനുഗ്രഹിക്കണമേ. കർത്താവരുടെ ഹൃദയങ്ങളെ സ്പർശിക്കണമേ. അങ്ങയോടുള്ള നിറഞ്ഞ സ്നേഹം നൽകി അനുഗ്രഹിക്കണമേ എന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. കർത്താവെ, എല്ലാറ്റിനുപരിയായി അങ്ങേ അന്വേഷിക്കാൻ കൃപ നൽകണമേ. യേശുവേ, ഞങ്ങൾ അങ്ങേ ആരാധിക്കുന്നു. യേശുവേ, സ്തോത്രം. ഹല്ലേലൂയ, ഹല്ലേലൂയ. ഞങ്ങളുടെ കുടുംബങ്ങളെ അനുഗ്രഹിക്കുന്ന കർത്താവേ, ഞങ്ങളുടെ കുഞ്ഞുങ്ങളെ അനുഗ്രഹിക്കുന്ന കർത്താവേ, ലോകത്തിന്റെ മുമ്പിൽ ഞങ്ങളെ ഉയർത്തുന്ന കർത്താവേ, ഞങ്ങൾ അങ്ങയെ സ്തുതിക്കുന്നു. അങ്ങയെ അന്വേഷിക്കുന്നവർക്ക് ഒന്നിനും കുറവുണ്ടാവുകയില്ല എന്ന് ഹൃദയത്തിൽ ഞങ്ങൾ ഏറ്റുപറയുന്നു. യേശുവേ, സ്തോത്രം. യേശുവേ, നന്ദി. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. പരിശുദ്ധ ദൈവമാതാവേ, ഈ രാത്രിയിൽ ജാഗരണ പ്രാർത്ഥനയിൽ സംബന്ധിക്കുന്ന ഓരോ വ്യക്തിയുടെയും മനസ്സിനെ, അവരുടെ ജീവിതത്തിൻ്റെ അവസ്ഥകളെ കർത്താവിൻ്റെ കരങ്ങളിലേക്ക് ഉയർത്തി വലിയ ആനന്ദത്തിലേക്ക് ഇവരുടെ ജീവിതത്തെ ഉയർത്തുവാൻ പ്രത്യേകമായ രീതിയിൽ മധ്യസ്ഥം വഹിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. കൈപ്പേറിയ അനുഭവങ്ങളെ മധുരമാക്കി മാറ്റുവാൻ, കർത്താവിൻ്റെ മാധുര്യം അനുഭവിച്ചറിയുവാൻ, ഒരിക്കലും അവിടുത്തെ സംശയിക്കാതെ അമ്മയെപ്പോലെ എപ്പോഴും കർത്താവിൽ ആനന്ദിക്കുവാനുള്ള കൃപ ഞങ്ങൾക്കെല്ലാവർക്കും ലഭിക്കുവാനായിട്ട് ഈ രാത്രിയിൽ സ്വർഗത്തിൻ്റെ മുമ്പിൽ മധ്യസ്ഥം വഹിക്കണമേ. നന്മ നിറഞ്ഞ മറിയമേ, സ്വസ്തി. കർത്താവ് അങ്ങയുടെ കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൻ്റെ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. ഭാവികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിക്കണമേ. വിശുദ്ധ യോസേഫ് പിതാവേ, ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ. പ്രൈസ് ദി ലോർഡ്. പ്രൈസ് ദി ലോർഡ്. സന്തോഷത്തോടെ ഹല്ലേലൂയ, ഹല്ലേലൂയ, ചിരിച്ചുകൊണ്ട് പറയാം. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. കരങ്ങൾ വീശി ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. ഹല്ലേലൂയ.